സതീദേവിയുടെ ജനനം. വിവാഹാനന്തരം ദക്ഷനും വീരണിയും ലൗകിക സുഖങ്ങളിൽ മുഴുകി. അവരുടെ പ്രണയം അനുദിനം വർദ്ധിച്ചു വന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ ബ്രഹ്മാവ് ദക്ഷനെ വിളിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: പുത്ര, നിന്റെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ യുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മധുവിധു ലഹരിയിലായ നീ പ്രജാസൃഷ്ടി മറന്നുപോയോ? ഇനി കാലവിളംബം പാടില്ല. പിതാവേ, മാപ്പാക്കിയാലും താങ്കളുടെ ആഗ്രഹപ്രകാരം ഞാനിതാ പ്രജാസൃഷ്ടിയിൽ വ്യാപൃത്തനാകുന്നു. കുറ്റബോധത്തോടെ ഇങ്ങനെ പറഞ്ഞ ശേഷം ദക്ഷൻ തന്റെ പ്രിയ പത്നിയായ വിരണിയിൽ 5000 പുത്രന്മാരെ ജനിപ്പിച്ചു. ഹരിശ്വന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുത്രന്മാർ യൗവനം പ്രാപിച്ചപ്പോൾ ദക്ഷ പ്രജാപതി അവരോട് ആവശ്യപ്പെട്ടു: പുത്രന്മാരെ, പ്രപഞ്ചത്തിൽ പ്രജാസൃഷ്ടി നടത്തുവാനാണ് നിങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നത്. താമസിയാതെ കർമ്മത്തിൽ ഏർപ്പെടുക. പിതാവിന്റെ ആജ്ഞപ്രകാരം ഹരിയശ്വരന്മാർ പ്രജാസൃഷ്ടിക്കുള്ള തയ്യാറെടുപ്പിൽ മുഴുകി. ഈ സമയം ബ്രഹ്മപുത്രനായ നാരദൻ അവിടെ വന്നു ചേർന്നു. അദ്ദേഹം ഹരീശ്വരന്മാരെ നോക്കി പരിഹാസരൂപേണ ചിരിച്ചു. എന്തായിരിക്കാം നാരദ മഹർഷിയുടെ ചിരിക്കർത്ഥം? ഇപ്രകാരം ചിന്തിച്ച ഹരീശ്വരന്മാർ പറഞ്ഞു: അല്ലയോ മഹർഷി, ക്ഷമിച്ചാലും അവിടുന്നിന്റെ ഈ നിഗൂഢ ചിരിയുടെ അർത്ഥം വെളിപ്പെടുത്തിയാലും തികച്ചും ലളിതമായ കാര്യങ്ങളിൽ പോലും ആശങ്ക വെച്ച് പുലർത്തുന്നവരാണ് നിങ്ങളെന്ന് എനിക്കിപ്പോൾ കൂടുതൽ ബോധ്യമായി കഴിഞ്ഞു. നിസ്സംഗഭാവത്തിൽ ഹരീശ്വരന്മാരെ വീക്ഷിച്ചുകൊണ്ട് നാരദൻ തുടർന്നു: നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായ വസ്തുത അറിയിക്കട്ടെ. നിങ്ങൾ എപ്പോഴും ബാലന്മാർ തന്നെയാണ്. ഭൂമിയുടെ രഹസ്യങ്ങൾ നിങ്ങൾ കവിയും അറിയുവാൻ സാധിച്ചിട്ടില്ല. ആ നിലയ്ക്ക് നിങ്ങൾ പ്രജാസൃഷ്ടിക്ക് അനുയോജ്യരാണോ? ഹരീശ്വരന്മാർ പരസ്പരം നോക്കി. നാരദൻ പറഞ്ഞത് ശരിയല്ലേ? തങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണ് അറിയുക? ആജ്ഞന്മാരായ തങ്ങൾ പ്രജാസൃഷ്ടി നടത്തുന്നതിൻ്റെ യുക്തി എന്താണ്? ഇപ്രകാരം ചിന്തിച്ച ഹരീശ്വരന്മാർ നാരദരോട് ആവശ്യപ്പെട്ടു: മഹർഷി, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് ഉപദേശിച്ചാലും. നിങ്ങൾ ഭൂമിയുടെ അവസാനം കണ്ടെത്തി വരിക. അന്ന് നിങ്ങൾ ജ്ഞാനികളാണെന്ന് ഞാൻ കരുതുന്നു. നാരദൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചതും ഹരീശ്വരന്മാർ ഭൂമിയുടെ അവസാനം കണ്ടെത്തുവാനുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ അവരിൽ ആരും പിന്നീട് മടങ്ങിയെത്തിയില്ല. പുത്രന്മാരുടെ തിരോധാനം ദക്ഷ പ്രജാപതിയെയും അസിഗ്നിയെയും അത്യധികം വേദനിപ്പിച്ചു. എന്നാൽ നിരാശനായി കഴിയുന്നത് എങ്ങനെയാണ്? പ്രപഞ്ചത്തിന്റെ താളം നിയന്ത്രിക്കുന്നതിൽ ഞാനും ഭാഗക്കാരനല്ലേ? അനന്തരം ദക്ഷ പ്രജാപതി വീരണിയിൽ 5000 പുത്രന്മാരെ കൂടി ഉൽപ്പാദിപ്പിച്ചു. യൗവനാവസ്ഥ പ്രാപിച്ചപ്പോൾ അവരും പ്രജാസൃഷ്ടി നടത്തുവാൻ ദക്ഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ കർമ്മത്തിൽ നിന്ന് നാരദൻ അവരെയും പിന്തിരിപ്പിച്ചു. ദക്ഷ പ്രജാപതിയും അസിഗ്നിയും നിരാശയും പുത്രവിയോഗത്താൽ പീഡിതയുമായി തീർന്നു. പ്രജാസൃഷ്ടിയിൽ തന്നെ സഹായിക്കുവാൻ നിയുക്തരായ പുത്രന്മാരെന്ന് എവിടെയാണെന്ന് പോലും അറിയുവാൻ സാധിക്കുന്നില്ല. ഈ പ്രതിസന്ധി തരണം ചെയ്യുവാൻ കഴിയാത്ത ദക്ഷ പ്രജാപതി വിഷമിച്ചു. നാളുകൾ കടന്നുപോയി. ദക്ഷ പ്രജാപതിക്ക് വീരണയിൽ 60 പുത്രിമാർ ജനിച്ചു. അതിഥി, ദിതി ഉൾപ്പെടെയുള്ള തന്റെ പുത്രിമാരെ ദക്ഷ പ്രജാപതി കശ്യപാദികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 10000 പുത്രന്മാരും 60 പുത്രിമാരും ജനിച്ചുവെങ്കിലും മഹാമായയുടെ അവതാരമായ സതീദേവി മാത്രം പിറന്നില്ലല്ലോ. എന്തായിരിക്കും അതിന് കാരണം? ദക്ഷനും വീരന്മാരും ജനിച്ചുവെങ്കിലും മഹാമായയുടെ അവതാരമായ സതീദേവി മാത്രം പിറന്നില്ലല്ലോ. എന്തായിരിക്കാം അതിന് കാരണം? ദക്ഷനും വീരണിയും ബ്രഹ്മാവിനെ മുഖം കാണിച്ച് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മദേവ, ദേവി അതിപരാശക്തി ഞങ്ങളുടെ മകളായി അവതരിക്കുമെന്ന് അനുഗ്രഹിച്ചിരുന്നു. ദേവ, ശിവോഗ്നിയായി തീരേണ്ട ആ കന്യക എന്തേ ഇനിയും പിറന്നില്ല? പ്രജാപതി, അങ്ങയുടെ ദുഃഖം ഞാൻ അറിയുന്നു. ദേവി നിങ്ങളുടെ പുത്രിയായി അവതരിക്കുന്നതാണ്. എന്നാൽ ആ ദിനം സമാഗതമാകുവാൻ ഉഗ്രതപസ്സിന്റെ സഹായം വേണ്ടിവരും. ബ്രഹ്മാദേവൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ദക്ഷ പ്രജാപതിയും വീരണിയും ഹിമാലയത്തിൽ പോയി തപസ്സിലേർപ്പെട്ടു. 100 വർഷങ്ങൾക്ക് ശേഷം മഹാമായ പ്രത്യക്ഷയായി അരുളി ചെയ്തു: പ്രജാപതി, താങ്കളുടെ തപസ് അവസാനിപ്പിക്കുക. ഞാനിതാ വീരണി ദേവിയുടെ ഗർഭത്തിൽ ശിശുവായി രൂപം കൊള്ളുവാൻ തുടങ്ങുന്നു. ആനന്ദത്താൽ മതിമറന്നുപോയ ദക്ഷ പ്രജാപതിയും ആസിഗ്നിയും ദേവിയെ സ്തുതിച്ചു. അവർ സംതൃപ്തിയോടെ സ്വഭവനത്തിലേക്ക് മടങ്ങി. നാളുകൾ കടന്നുപോയതോടെ ആസിഗ്നി ഗർഭവതിയായി തീർന്നു. ആസിഗ്നിയുടെ ദേവിയുടെ ഗർഭം വളർച്ച പ്രാപിക്കുന്നതനുസരിച്ച് ഭൂമിയിൽ ഐശ്വര്യം കളിയാടി തുടങ്ങി. ദേവകൾ ആനന്ദത്താൽ മതിമറന്നു. അസുരന്മാരുടെ ഉള്ളിൽ അകാരണമായ ഭയവും ഉദയം ചെയ്തു. യഥാകാലം വീരണി അതിസുന്ദരിയും തേജസ്വിയുമായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ദിവ്യപരിവേഷം വിളങ്ങുന്ന ആ ശിശുവിന് ദക്ഷ പ്രജാപതി സതി എന്ന് നാമകരണം ചെയ്തു. അടുത്തത് ശിവസതി വിവാഹമാണ്. തുടരും.